KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇവിടെ BJPയുടെ ദേശീയ ആസ്ഥാനത്തെത്തി BJP അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസ് കാലുവാരി പരാജയപ്പെടുത്തിയെന്ന് പത്മജ, ED പേടിപ്പിച്ചിട്ടില്ല എന്നും പത്മജ വേണുഗോപാൽ മാതൃഭൂമി ന്യൂസിനോട്. ഈ ലാസ്റ്റ് ഇലക്ഷന് ഞാൻ ജയിച്ചേനെ, പക്ഷെ 2 ഇലക്ഷനും എന്നെ തോപ്പിച്ച് ഞാൻ വ്യക്തമായിട്ട് ലിസ്റ്റ് എന്നെ വല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് അങ്ങ് തരാം. എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു. എന്റെ ഹസ്ബൻഡും ഈ ഇൻകം ടാക്സിന് സിൽവർ കാർഡ് ഉണ്ട് ആൾക്ക്, നല്ലോണം ഇത് അടയ്ക്കുന്നതിന്. നിങ്ങൾക്ക് അന്വേഷിക്കാലോ വേണമെങ്കിൽ. പത്മജയെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ അവസാന നിമിഷം വരെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു. KC വേണുഗോപാലും സംസാരിച്ചു. പക്ഷേ അതിനൊന്നും പത്മജ വഴങ്ങിയില്ല. ഞെട്ടലിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അത് K മുരളീധരൻ MPയുടെ വാക്കുകളിലും വ്യക്തം. സഹോദരിയുമായി ഇനിയൊരു ബന്ധവുമില്ല എന്ന് K മുരളീധരൻ. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. പത്മജയെ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ. ഞാൻ മുരളിയേട്ടൻ്റെ മാതിരി പല പാർട്ടി പോയി വന്ന ആളല്ല. ഞാൻ ഈ പാർട്ടിയിൽ ജനിച്ചപ്പോൾ തൊട്ട് ഇത്രയും വയസ്സ് വരെ നിന്ന ഒരാളാണ്. എന്റെ അച്ഛൻ പോയിട്ട് പോലും ഞാൻ പോയിട്ടില്ല. എന്നെ പറയാൻ മുരളിയേട്ടനൊരു ഇതില്ല. ബാക്കി ആര് വേണേ പറഞ്ഞോട്ടെ, മുരളിയേട്ടനത് പറയാനുള്ള അവകാശമില്ല. രാജ്യസഭാ സീറ്റായിരുന്നു കോൺഗ്രസിൽ പത്മജയുടെ ആവശ്യം. തൃശ്ശൂരിൽ നിയമസഭാ സീറ്റ് നൽകാമെന്ന് BJP ഉറപ്പ് നൽകിയിട്ടുണ്ട്. BJPയിലൂടെ പുതിയ രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണം പത്മജ നടത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ തലയ്ക്ക് മുകളിൽ അത് ഇടുത്തിയായി മാറുന്നു. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.